ഇപ്പൊ ബിരിയാണിക്കൊന്നും ഒരു വില അല്ലല്ലേ. പണ്ടൊക്കെ ബിരിയാണി വെച്ചാ വലിയ സംഭവമായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു രസേ ബിരിയാണി വെച്ചുതരാൻ പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഒരുപാട് വാശി പിടിച്ചു. എന്നാൽ അതൊന്നും വക വെക്കാണ്ട് എന്നത്തെയും പോലെ അമ്മ ഒരു ചെമ്പ് ചോറങ്ങ് വെച്ച്. വാശിയും ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വന്നപ്പോൾ ഞാൻ ആ ചെമ്പെടുത്ത് അങ്ങ് മറിച്ച് ഒറ്റ അറ്റില്ലാണ്ട് മുഴുവൻ നിലത്തുപോയി. അന്ന് അമ്മ എന്നെ ഒരുപാട് തല്ലി. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ അന്നായിരിക്കും. സത്യം പറഞ്ഞാൽ ചോറൊക്കെ വെറുതെ കളയാൻ മാത്രമുള്ള പൈസ അത് നമ്മളെടുത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ അങ്ങനല്ലേ? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാ. അച്ഛന്, അമ്മ, ഞാൻ, പിന്നെ അനിയത്തി. അച്ഛൻ കൂലിപ്പണിക്ക് പോയിട്ടാ ഞങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞങ്ങളൊറ്റയ്ക്കാക്കിയിട്ട് അച്ഛനങ്ങ് പോയി. പിന്നെ പട്ടിണി എന്താണെന്ന് അറിയാൻ തുടങ്ങി. വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് വിശപ്പടിക്കിയ ദിവസങ്ങളുണ്ട്. ജീവിക്കാൻ വേറെ നിവർത്തില്ലാണ്ടായപ്പോൾ അമ്മ വലിയൊരു വീട്ടിൽ പണിക്ക് പോയി. അന്ന് വൈകുന്നേരം അവിടെ ബാക്കിയായ ചോറ് അവർ അമ്മയ്ക്ക് കൊടുത്ത്. എൻ്റെ മോനെ, പച്ച ചോറായിരുന്നെങ്കിലും എന്ത് രസമായിരുന്നറിയോ. ഒന്ന് വന്നേ. അവൻ്റെ അമ്മ അന്ന് പണിക്ക് വന്നിരുന്നത് എൻ്റെ വീട്ടിലാണ്. അന്ന് ഞാൻ ചോറ് മറിച്ച് കളഞ്ഞപ്പേ ആ അമ്മേൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ അതെന്തിനാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരെന്ന് മനസ്സിലാവുന്നതേ ആ ഭാഗ്യം അല്ലാണ്ട് പോയ കഥ കേൾക്കുമ്പോഴാണ്.